ഓക്കെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് നാളായി. അന്ന് പറഞ്ഞതൊക്കെ വല്ലവരും ഓർക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ ലക്ഷ്യം നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആ മാധുര്യം ഒന്ന് മനസ്സിലാക്കുക, അത് ജീവിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ നമ്മുടെ ലക്ഷ്യം. നമ്മൾ അധികം തിയോളജിയിലേക്ക് അധികം പോകാതെ നമ്മൾ ടെസ്റ്റ് എടുത്ത് അതിലൂടെ നമ്മൾ എന്താണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ശ്രേഷ്ഠത അതൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ സുവിശേഷ വായന പ്രസംഗം വരെ പറഞ്ഞെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു മാമോദിസ അവബോധം ഉള്ളവരായിട്ട് നമ്മൾ മാറണം. പലപ്പോഴും നമ്മൾ മാമോദിസ അവബോധം ഇല്ലാത്തവരായിട്ടാണ് നമ്മുടെ വാക്കും പ്രവൃത്തിയൊക്കെ വരുന്നത്. മാമോദിസ അവബോധത്തിൽ 3 ഘടകങ്ങളാണ് ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന്, നമ്മുടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നമ്മളെ സ്വന്തമാക്കിയിരിക്കുന്നു. 2, നമ്മൾ ഈ ലോകത്തിൻ്റെതല്ല, ഈ ലോകത്തിൽ നമ്മൾ വേർതിരിക്കപ്പെട്ട സ്വർഗത്തിൻ്റെതായിരിക്കുന്നു. സ്വർഗരാജ്യത്തിലെ പൗരത്വം നമുക്ക് ലഭിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്കൊരു ഐഡൻറ്റിറ്റി ലഭിച്ചിരിക്കുക. നമ്മുടെ മാമോദിസ പേര്, ആ പേര് കേൾക്കുമ്പോൾ തന്നെ ആർക്കും അറിയാം ഈ വ്യക്തി ഏത് കുടുംബത്തിൽപ്പെട്ടതാണ്, ക്രൈസ്തവ കുടുംബത്തിൽപ്പെട്ടതാണ് എന്ന്. കാരണം ചുമ്മാ ഒരു പേരല്ല നമുക്ക് ആ മാമോദിസയ്ക്ക് തരുന്നത്, ഒരു വിശുദ്ധൻ്റെയോ വിശുദ്ധയുടെയോ പേരാണ്. ഈ ലോക ജീവിതത്തിൽ ക്രൈസ്തവ ജീവിതം വിജയപ്രദമാക്കിയ ഒരു വിശുദ്ധൻ്റെയോ വിശുദ്ധയുടെയോ പേരാണ്. അപ്പം ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്, ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ വചന ശുശ്രൂഷയിലെ വായനയും പ്രത്യേക 1-ാമത്തെ വായന ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണെന്ന് നമ്മൾ കണ്ടു. 12-ാമത്തെ അധ്യായം 1 വരെയുള്ള 4 വരെയുള്ള വാക്യങ്ങളിൽ അബ്രാഹത്തെ വിളിച്ചുകൊണ്ട് ദൈവം പറയുന്നത്, നിന്നെ ഞാനൊരു അനുഗ്രഹമാക്കും എന്ന്. ഓരോ ക്രൈസ്തവനും വിളിക്കപ്പെടുന്നത് അനുഗ്രഹമാകാൻ വേണ്ടിയാണ് എന്ന് നമ്മൾ കാണുകയുണ്ടായി. 2-ാമത്തെ വായന എസെക്കിയേലിന്റെ പുസ്തകത്തിൽ 36-ാമത്തെ അധ്യായം 24 മുതൽ 28 വരെയുള്ളത്. അവിടെ ഒരു പുതിയ ചൈതന്യം, പുതിയ ഹൃദയം നമുക്ക് തരും എന്നുള്ള പ്രവാചകന്റെ വാക്കുകളാണ് നമ്മൾ ശ്രവിച്ചത്. 3-ാമത്തെ വായന 2 സെറ്റുണ്ട്. 1 റോമ 6 3 മുതൽ 11 വരെയും, അതുപോലെ തന്നെ ഗലാത്യ 3 26 മുതൽ 29 വരെയും. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ മാമോദിസ എന്ന് പറയുന്നത് ഈശോയുടെ മരണത്തിലും ഉത്ഥാനത്തിലുള്ള പങ്കുചേരലാണ് എന്ന് പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. മരണത്തിൽ പങ്കുചേരുക എന്ന് പറഞ്ഞാൽ നമ്മൾ പാപത്തിന് മരിച്ചവരായിട്ട് തീരണം എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാനുള്ള ശക്തി ഇനി നമുക്കില്ല. ഒരു ക്രിസ്ത്യാനിക്ക് പാപം ചെയ്യാനുള്ള ശക്തി ഇല്ല. പിന്നെ ഉള്ളത് പുതുമനുഷ്യൻ, അതായത് പുതിയ ആത്മാവ്, പരിശുദ്ധാത്മാവാണ് അവനിൽ പ്രവർത്തിക്കുക. അത് സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, ക്ഷമയുടെ ഒക്കെ രൂപിയാണ്. അപ്പം അതാണ് പാപത്തിൽ മരിച്ച് എന്ന് പറഞ്ഞാൽ. പിന്നെ പുതിയ മനുഷ്യൻ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായിട്ട് തീരണം ഓരോ ക്രൈസ്തവനും. ഗലാത്യ ലേഖനം 3 മുതൽ 26 മുതൽ 29 വരെയുള്ള വചനത്തിൽ ഈശോയിൽ എല്ലാവരും ഒന്നായിത്തീരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ യാതൊരു വിധ വ്യത്യസ്തതകളുമില്ല. സ്ത്രീയെന്നോ പുരുഷനെന്നോ വെളുപ്പനെന്നോ കറുമ്പനെന്നോ ഒരു തരത്തിലുള്ള വ്യത്യാസവും ഇല്ല. എല്ലാവരും ഈശോയിൽ ഒന്നാകുന്ന ഒരനുഭവത്തെക്കുറിച്ചാണ് അവിടെ നമ്മൾ കാണുന്നത്. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ യോഹന്നാന്റെ കാഴ്ചപ്പാടിൽ മാമോദിസ എന്ന് പറയുന്നത് വീണ്ടും ഒരു ജനനമാണ്. നിക്കോദെമോസുമായിട്ടുള്ള സംഭാഷണത്തിൽ ഈശോ അത് വ്യക്തമാക്കുന്നതാണ് നമ്മളവിടെ കാണുക. സ്വർഗത്തിൽ ഒരാൾ പ്രവേശിക്കണമെങ്കിൽ വീണ്ടും ജനിക്കണം, പരിശുദ്ധാത്മാവിലും ജലത്താലും വീണ്ടും ജനിക്കണം എന്നുള്ള ഈശോയുടെ വാക്കുകളാണ് നമ്മളവിടെ കാണുക. 2-ാമത്തെ ഒരു സെറ്റ് കൊടുത്തിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 3-ാമത്തെ അധ്യായം 13 മുതൽ 17 വരെയുള്ളതിടത്ത് ഈശോയുടെ മാമോദിസ രംഗമാണ് നമ്മൾ കാണുന്നത്. ഈശോ മാമോദിസ മുങ്ങിയപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടിരുന്നു. 1,
പിതാവായ ദൈവം സാക്ഷ്യപ്പെടുത്തുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു, ഇവനെ നിങ്ങൾ ശ്രവിക്കുവിൻ. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഈശോയിൽ വന്ന് വസിക്കുന്നു. ഇത്രയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ മാമോദിസ ഒന്ന് മനസ്സിൽ കാണാനായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ എത്ര പേര് കണ്ടെന്ന് അറിയത്തില്ല. നമ്മുടെ മാമോദിസ രംഗം നമ്മൾ കുഞ്ഞായിരുന്നത് കൊണ്ട് അന്ന് അത് ആസ്വദിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷേ സർവാധിപനാം പാടുമ്പോഴൊക്കെ, അത് യാമപ്രാർത്ഥനയിലാണേലും കുർബാനയിലാണേലും ഈ സർവാധിപനാം പാടുമ്പോഴൊക്കെ ഈ ഒരു രഹസ്യം ധ്യാനിക്കാൻ, അത് മനസ്സിൽ കൊണ്ടുവരാൻ സഭ നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ ടെസ്റ്റിൽ 3 പ്രാവശ്യം അത് പാടുന്നതായിട്ടാണ് കിടക്കുക. ഒന്നാമത് പാടുമ്പോൾ ഈശോയുടെ മാമോദിസ കാണും. അവിടെ സ്വർഗം തുറക്കപ്പെടുന്നതിൻ്റെ അനുഭവം തരാൻ വേണ്ടി വിരിയുള്ള പള്ളികളിൽ വിരി മാറ്റുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമത് പാടുമ്പോൾ നമ്മുടെ മാമോദിസയാണ് നമ്മൾ കാണേണ്ടത്. നമ്മുടെ മാമോദിസ വേളയിൽ സംഭവിച്ചതും സ്വർഗം തുറക്കപ്പെട്ടതും പിതാവ് നമ്മുടെ പേര് പറഞ്ഞ് ഇവൻ അല്ലെങ്കിൽ ഇവൾ എൻ്റെ പ്രിയപുത്രി എന്ന് പറയുന്നതും പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി തീരുന്നതും, അതാണ് മാമോദിസ അനുഭവം എന്ന് പറയുന്നത്. അപ്പം അത് ഓരോ കുർബാനയിലും നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് അനുഭവിക്കേണ്ടതാണ് നമ്മൾ. ഇനി അത് മൂന്നാമത് പാടുമ്പോഴത്തേക്ക് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് ഈശോ വീണ്ടും വരുന്നത്, വിരിക്കാനായിട്ട് വരുന്നത് മനസ്സിൽ കാണുക. എന്നിട്ട് നമ്മൾ അവിടുത്തെ വലതുഭാഗത്ത് നിൽക്കുന്ന, മാമോദിസ സ്വീകരിച്ച് ഈശോയുടെ ഹിതത്തിനനുസരിച്ച് ജീവിച്ചവർ വലതുഭാഗത്ത് നിൽക്കാനായിട്ട് ക്ഷണിക്കപ്പെടും. അപ്പോൾ ആ വിദ്യാലനായിട്ട് വരുന്ന കർത്താവ് നമ്മുടെ ശരീരത്തിൻ്റെ ഉയർപ്പും ആത്മാവിൻ്റെ രക്ഷയും നമ്മൾ അന്നേരമാണ് അതിൻ്റെ പൂർണ്ണതയിൽ ആസ്വദിക്കുന്നത്. അത് മുൻകൂട്ടി കാണാനായിട്ട് സഭ നമ്മളെ എല്ലാ ലിറ്റർജിയിലും പ്രത്യേകം ക്ഷണിക്കുന്നുണ്ട്. ഇപ്പോൾ ചിലയിടത്തൊക്കെ ഒരു പ്രാവശ്യം ഇനി ഇത് പാടുന്നുള്ളതിലും ഈ പറഞ്ഞ 3 കാര്യങ്ങളും ഒന്നിച്ച് മനസ്സിൽ കൊണ്ടുവന്ന് ധ്യാനിച്ചൊരനുഭവമാക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. എങ്കിലേ ബലിയർപ്പണവും മറ്റു പ്രാർത്ഥനകളും ഒക്കെ ചൈതന്യപൂർണമായിട്ട് തീരുള്ളൂ. നമുക്ക് ഇന്ന് തുടരാം. പിന്നീട് നമ്മൾ കാണുന്നത് പ്രസംഗത്തിൽ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ എടുത്തു പറയാനായിട്ടാണ് പറയേണ്ടത്. ഇനി എത്ര സ്ഥലത്ത് പറയുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. പിന്നീട് നമ്മൾ കാണുന്നത് കാറോസുസായിൽ ദൈവജനം ഒന്നാകെ ഈ മാമോദിസ സ്വീകരിച്ച വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാം. പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി തീരുന്നതിനെക്കുറിച്ചുള്ള ചിന്തകളും അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് ആശാകേന്ദ്രവും കുടുംബത്തിന് പ്രകാശവും ഒക്കെ ആയി തീരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന നമ്മൾ കാണുന്നു. രണ്ടാം ഗണത്തിൽ ആത്മീയ അനുഗ്രഹങ്ങൾ, കുർബാനയിലെ പോലെ തന്നെ സമാധാനത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ മാലാഖ അയക്കണം എന്ന് പറഞ്ഞ ആ ഗണം നമ്മൾ തുടർന്ന് നമ്മൾ കാണുന്നത് ഒരു കൈവപ്പ് ശുശ്രൂഷ. കുർബാനയിലെ അതേ സ്ട്രക്ചർ തന്നെയാണ് നമ്മളവിടെ കാണുക. അതിനുശേഷം പിന്നീട് മാമോദിസ രഹസ്യങ്ങളുടെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുക. മറ്റ് ഈ പെന്തക്കോസ്തിലെ പോലെയുള്ള ഒരു മാമോദിസ ചടങ്ങല്ല നമ്മളത്. അവർ കൊണ്ട് വെള്ളത്തിൽ മുക്കി പൊക്കുന്നതാണ് മാമോദിസയായിട്ട് അവർ കരുതുക. നമ്മളെ സംബന്ധിച്ച് മാമോദിസ എന്ന് പറയുമ്പോൾ വെള്ളത്തിലുള്ള മുങ്ങിപ്പൊങ്ങൽ മാത്രമല്ല, വേറെ ഒരു 3 അഭിഷേകങ്ങൾ കൂടെ നമ്മുടെ കർമ്മത്തിലുണ്ട്. അതാണ് നമ്മുടെ ശ്രേഷ്ഠത ഏറെ കാണിക്കുന്നത് എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചെന്നാണ് എൻ്റെ ഓർമ്മ. 3 അഭിഷേകങ്ങളിൽ ഒന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയും ചെയ്തു. ഈ അഭിഷേക കർമ്മം മാമോദിസയിൽ വന്നത് പഴയ നിയമത്തിൽ നിന്നാണ്. പഴയ നിയമത്തിൽ നമ്മൾ അഭിഷേകം കാണുന്നത് പ്രവാചകന്മാരെയും രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും ഒക്കെയാണ് അഭിഷേകം ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുക. മോശയോട് കർത്താവ് ദൈവം വിശദമായിട്ട് പറയുക, അഹറോനെയും മക്കളെയും അഭിഷേകം ചെയ്ത് പുരോഹിതരാക്കുന്നതിനെ കുറിച്ച്. അപ്പോൾ അവിടെ നിന്നാണ് ഈ അഭിഷേക കർമ്മം മാമോദിസയിലേക്ക് വന്നത്. ഇപ്പം 3 അഭിഷേകങ്ങളാണ് മാമോദിസയിലുള്ളത്. ഇതിനെക്കുറിച്ച് നമുക്ക് ആഴമേറിയ അവബോധം വേണം. ആദ്യത്തെ അഭിഷേകം നടക്കുന്നത് ഈ കർമ്മത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ മോണ്ഡലത്തിൽ വെച്ചാണെന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടിരുന്നു. നെറ്റിയിൽ ആണ് ആദ്യത്തെ അഭിഷേകം നടക്കുക. താഴേന്ന് മുകളിലേക്കാണ് വരയ്ക്കുക, വലത്തുനിന്ന് ഇടത്തേക്കും.
താഴേന്ന് മുകളിലേക്ക് വരയ്ക്കുന്നത് പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുന്നതിൻ്റെ പ്രതീകമാണെന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ നെറ്റിയിൽ വരയ്ക്കാനായിട്ട് കാരണം നെറ്റിയാണ് സീറ്റ് ഓഫ് റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിയുടെ ഇരിപ്പിടം നെറ്റിയിലാണ്. അപ്പോൾ അതുകൊണ്ട് നെറ്റിയിൽ വരച്ച് നമ്മുടെ ഉള്ളിലെ അന്ധകാരത്തെ നീക്കിക്കളയുന്നതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് വലത്ത് നിന്ന് ഇടത്തേക്ക് വരയ്ക്കുന്നത്. വലതെപ്പോഴും ദൈവത്തിൻ്റെ കരത്തിൻ്റെ അടയാളം, ദൈവത്തിൻ്റെ പ്രകാശം, ഇടത് അന്ധകാരം. ദൈവം ഇനീഷ്യേറ്റ് ചെയ്ത് നമ്മളിലെ അന്ധകാരത്തെ അവിടുന്ന് നീക്കിക്കളയുന്നതെന്ന ഒരു പ്രതീകാത്മകത കൂടിയാണ് ആദ്യത്തെ ഇത്. പിന്നീട് പിതാക്കന്മാർ ഈ ആദ്യത്തെ അഭിഷേകത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് അവർ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഹെബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ 8 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഈ അഭിഷിക്തരാകുന്നവർ അബ്രാഹത്തെ പോലെ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യണം. പിതാവിനായിട്ട്, ഈശോയ്ക്കായിട്ട് നമ്മൾ മാറ്റി നിർത്തപ്പെട്ടവരാണ്. ഒരു വിശ്വസ്ത സേവനം അബ്രാഹം നടത്തിയതുപോലെ നടത്താനുള്ളവരാണ് എന്നുള്ളതിൻ്റെ ഒരു അടയാളം കൂടിയാണ് അതെന്ന് പറയുന്നുണ്ട്. പിന്നീട് നമുക്കറിയാം ഈ നെറ്റിയിൽ കുരിശടയാളം വരയ്ക്കുക, അതൊരു മുദ്രകുത്തലാണ്. നമ്മൾ മിശിഹായുടേതായിട്ട് സോൾജിയർ ഓഫ് ദി ഹെവൻലി കിങ് എന്നുള്ള ഒരു അടയാളമായിട്ട് അതിനെ കാണുന്നുണ്ട്. പിന്നീട് നമ്മൾ അതിനെ ഒരു സംരക്ഷണ മുദ്രയായിട്ട്, പ്രൊട്ടക്ഷൻ ഫോർ ദി പീപ്പിൾ ഓഫ് ഗോഡ് ഫ്രം ഡിസ്ട്രക്ഷൻ. നമ്മൾ ഈജിപ്തിൽ ഒരു രക്ഷിച്ചത് ഒരു കട്ടിളപ്പടിയിൽ വരച്ച ഒരു അടയാളം ആണെന്ന് നമുക്ക് കാണുന്നുണ്ട്. അപ്പം അതുപോലെ നമ്മൾ ദൈവത്തിൻ്റെ സംരക്ഷണം നമ്മുടെ മേൽ, നമ്മൾ ഈശോയുടേതായിട്ട് മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ് ആദ്യത്തെ അഭിഷേകം. ഇനി രണ്ടാമത്തെ അഭിഷേകകർമ്മം വരുന്നത് ഈ മാമോദിസ രഹസ്യങ്ങളുടെ ശുശ്രൂഷയിലാണ്. അപ്പോൾ കാറോസ കഴിഞ്ഞാൽ ഉടനെ വിശ്വാസ പ്രഖ്യാപനമുണ്ട്. വിശ്വാസം നമുക്കറിയാം, മാമോദിസ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പം നിങ്ങൾ ചോദിച്ചേക്കാം, ശിശുക്കൾക്ക് ഈ വിശ്വാസമായിട്ട് പറയാൻ പറ്റുമോ? ഇതൊരു കുടുംബത്തിലേക്കുള്ള പ്രവേശനമാണ്. അതുകൊണ്ട് ശിശുക്കൾക്ക് വേണ്ടി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു മറ്റൊരു തലവട്ടപ്പനും തലവട്ടം ഏറ്റു പറയുന്നതിനെ കുറിച്ച്. അതുപോലെ തന്നെ ഈ വിശ്വാസ പ്രഖ്യാപനം ഒരു പുതിയ സമൂഹത്തെ, ഇടവകയിലേക്ക് ഒരു പുതിയ അംഗം കൂടെ ഉണ്ടാവുകയാണ്. ഇടവക സമൂഹം ഒന്നാകെ, അതുകൊണ്ട് ഇടവക സമൂഹത്തിൻ്റെ സാന്നിധ്യം കൂടെ പ്രോത്സാഹിപ്പിക്കാനായിട്ടാണ് മാസത്തിൽ ഒരിക്കലെങ്കിലും പൊതുവായിട്ടും ഈ മാമോദിസ പരികർമ്മം ചെയ്യുന്നത് നല്ലതാണെന്ന് ഇതിൻ്റെ ആമുഖത്തിലെ നിർദ്ദേശങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വിശ്വാസ പ്രഖ്യാപനം ഇതിൻ്റെ ഒരു ഭാഗമാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഒരു പ്രദക്ഷിണ ഗീതമാണ്. അതായത് ബേമയിൽ നിന്ന് പ്രദക്ഷിണമായിട്ട് മാമോദിസ തൊട്ടിയുടെ അങ്ങോട്ട് പോകും. വാഴ്ത്തിപ്പാടാം കർത്താവിൻ പാവനമാം തിരുനാമം എന്നും പറഞ്ഞ് അവിടേക്ക് പോകുന്നത് നമ്മൾ കാണാം. പിന്നെ മാമോദിസ തൊട്ടിയിൽ ചെന്നാണ് പിന്നീട് ബാക്കി കർമ്മങ്ങൾ നടക്കുക. മാമോദിസ തൊട്ടിക്ക് മുമ്പിൽ ചെന്നിട്ട് ശുശ്രൂഷയുടെ ഒരു ആഹ്വാനമുണ്ട്. അവിടെ ദൈവിക ജീവൻ നൽകുന്ന പരിശുദ്ധ മാമോദിസയുടെ പരികർമ്മത്തിനൊരുക്കമായി ആർമികൻ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയാദരോടെ പ്രാർത്ഥിക്കാം എന്ന് ശുശ്രൂഷയുടെ ഒരു ആഹ്വാനമാണ്. തുടർന്ന് നമ്മൾ കാണുന്നത് കാർമികൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യാൻ തന്നെ യോഗ്യനാക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന കാർമികൻ്റെ ഒരു പ്രാർത്ഥന നമ്മൾ കാണും. അതിനുശേഷം പിന്നീട് നമ്മൾ കുർബാനയിലെ പോലെ ഭാഷണഗാനോന, നമ്മുടെ കർത്താവ് ശമിശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമൊക്കെ പറഞ്ഞതിന് ശേഷം നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ എന്ന് പറയുന്ന ഒരു ഭാഷണഗാനോന എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സ്വർഗത്തിലാണ് വാസ്തവത്തിൽ ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് നമ്മളെല്ലാവരും സ്വർഗത്തിലേക്ക്, അതുകൊണ്ടാണ് ജനം ഉത്തരം പറയുക, അബ്രാഹത്തിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവമേ ആരാധ്യനായ രാജാവേ അങ്ങയുടെ സന്നിധിയിലേക്ക്. അങ്ങനെ ഒരു സ്വർഗവും ഭൂമിയും ഒന്നാകുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ് ചെയ്തത്. അതിനുശേഷം പിന്നീട് വരുന്നത് ഓശാന ഗീതം വരും. തുടർന്നാണ് തൈലം വെഞ്ചരിപ്പ് പ്രാർത്ഥന നമ്മൾ കാണുന്നത്.
ഈ തൈലം പുതിയതായിട്ട് വെഞ്ചരിക്കണമെന്നാണ് സഭ ആഗ്രഹിക്കുന്നത്. അതിന് പറയുന്ന കാരണം ഇതാണ്. ഇതൊരു ജനനമാണ്. ഓരോ ജനനത്തിലും പുതിയതായിട്ടാണ് പുരുഷന്റെ ബീജവും അതുപോലെ സ്ത്രീയുടെ അണ്ടവും. അത് ഒരു പുതിയ ജന്മത്തിന്റെ സൂചന. അതുകൊണ്ട് മാമോദീസായാലും പുതിയതായിട്ട് തൈലം വെഞ്ചരിക്കണം എന്ന് പ്രത്യേകിച്ച് തിമോത്തി സെക്കൻഡിനെ പോലുള്ള പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏതായാലും അവിടെ തൈലം വെഞ്ചരിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ അതിനെ ഒരു ഉദരമാക്കി തീർക്കുകയാണ്. ഈ വെള്ളത്തെ ഒരു തൈലത്തെ മൂറോൺ കൊണ്ടാണ് അത് വെഞ്ചരിക്കുന്നത്. മൂറോൺ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു, പലതരത്തിലുള്ള സുഗന്ധദ്രവ്യങ്ങൾ കൂട്ടിക്കലർത്തിയ ഒരു മിശ്രിതമാണ് മൂറോൺ എന്ന് പറയുന്നത്. ആ മൂറോൺ കൊണ്ടാണ് ഇവിടെ വെഞ്ചരിക്കുന്നത്. അത് പിതാക്കന്മാരാണ് വെഞ്ചരിക്കുക, രൂപത തലവന്മാർ. അവിടുന്ന് അത് മേടിക്കാനായിട്ടുള്ള കാരണം ഈ ലോക്കൽ സമൂഹവും രൂപത സമൂഹവും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മൾ കണ്ടിരുന്നു, ആദ്യത്തെ തൈലാഭിഷേകത്തിന് ഉപയോഗിക്കുന്ന മാമോദീസ അതിന് മുമ്പ് മുക്കിയ മാമോദീസയുടെ തൈലമാണ്. അപ്പോൾ അത് ഒരു മാമോദീസായേ ഉള്ളൂ എന്നൊരു തുടർച്ച സൂചിപ്പിക്കാനാണ് ആദ്യത്തേത് അങ്ങനെ ഉപയോഗിക്കുന്നത് പറയും. ഈ രണ്ടാമത്തെ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രഷായിട്ട് വെഞ്ചരിക്കുന്ന തൈലം അത് മൂറോൻ ഉപയോഗിച്ച് വെഞ്ചരിച്ച് ചെയ്യുന്നു. ഇനി വെഞ്ചരിക്കുന്നില്ല എങ്കിൽ ഒരു ഓപ്ഷണൽ നേരത്തെ വെഞ്ചരിച്ച തൈലമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചെല്ലാനായിട്ടൊരു പ്രാർത്ഥന കൂടെ നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. എങ്കിലും എപ്പോഴും പുതിയതായിട്ട് വെഞ്ചരിക്കുന്നതാണ് നല്ലത് എന്ന കാര്യം സഭ ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് വെള്ളം വെഞ്ചരിപ്പാണ്. വെള്ളം വെഞ്ചരിക്കുന്നതും മൂറോൺ കലർത്തിയ കൊണ്ടാണ്, കുരിശടയാളം കൊണ്ടാണ്. ഈ വെള്ളം വെഞ്ചരിക്കുന്നതിനെ ഒരു പുതിയ ഉദരമാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ വെള്ളത്തിൽ നിന്ന് ജനിക്കുന്ന അത് ഈശോയുടെ പ്രത്യേകമായി ഈശോ മാമോദീസ മുങ്ങിയത് യോർദാൻ നമുക്കറിയാം. അതിലൂടെ ലോകാവസാനം വരെയുള്ള എല്ലാ മാമോദീസ തൊട്ടുകളിലെ വെള്ളവും ഈശോ വെഞ്ചരിച്ച് വേർതിരിച്ച് നിർത്തുന്നതായിട്ടാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇതിന് ശേഷമാണ് രണ്ടാമത്തെ ലേപനം വരിക. ഈ രണ്ടാമത്തെ ലേപനം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 3 വിരലുകൊണ്ടാണ് അത് നൽകാനായിട്ട് ഒറിജിനലായിട്ടും നമ്മുടെ ടെസ്റ്റിൽ കാണുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ ടെസ്റ്റിൽ തള്ളവിരൽ കൊണ്ട് ശിശുവിൻ്റെ നെഞ്ചിൽ തൈലം പൂശുന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ സോഴ്സിൽ പാരമ്പര്യത്തിൽ നമ്മൾ കാണുന്നത് ഈ 3 വിരൽ കൊണ്ടാണ്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും പുനീകരിക്കുന്ന കൊണ്ടാണ്. സ്ത്രീത്വത്തിന്റെ അടയാളമായിട്ടാണ് അത് വെക്കുന്നത്. എന്നിട്ട് അത് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് മുകളിൽ നിന്ന്, നെഞ്ചിലാണ് അത് കൊടുക്കേണ്ടത്. മുകളിൽ നിന്ന് താഴേക്കാണ് വരയ്ക്കുന്നത്. മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് വരയ്ക്കുകയും വലത്ത് നിന്ന് ഇടത്തേക്ക് വരയ്ക്കുകയുമാണ് അത് ചെയ്യുന്നത്. അതാണ് രണ്ടാമത്തെ സൈനിങ് ആയിട്ട് ഉള്ളത്. ഇനി ഇത് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്ന സ്ഥലം നമുക്കറിയാം. ശിശുക്കളെ സംബന്ധിച്ച് അവരുടെ നെഞ്ചിൽ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നെഞ്ചിൽ. ഇതാണ് നെഞ്ചിന്റെ പ്രത്യേകത. അത് ഹൃദയത്തിന്റെ ഒരു ഇരിപ്പിടമായിട്ടാണ് പിതാക്കന്മാരെടുത്ത് പറയുന്നത്. ദ സീറ്റ് ഓഫ് ദി ഹാർട്ട് ആൻഡ് ദി സോഴ്സ് ഓഫ് ലൈഫ് എന്നാണ് പറഞ്ഞു വെച്ചത്. അതുപോലെ തന്നെ ഈ മുകളിൽ നിന്ന് താഴേക്ക് വരയ്ക്കുന്നത് ഈ ജ്ഞാനം, ഏറ്റവും വലിയ ജ്ഞാനമാണ് നമുക്ക് നൽകപ്പെടുക. അത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനെയും കുറിച്ചുള്ള അറിവാണ്. പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചുള്ള അറിവാണ് ഏറ്റവും വലിയ ജ്ഞാനം. ആ ജ്ഞാനം മുകളിൽ നിന്ന് നൽകപ്പെട്ടെങ്കിലേ മനുഷ്യന്, അതുകൊണ്ടാണ് അത് മുകളിൽ നിന്ന് താഴേക്ക് വരയ്ക്കുന്നത്. അത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമുക്ക് നൽകപ്പെടുക. ഹൃദയത്തിലേക്കാണ് അത് ആലേഖനം ചെയ്യുന്നത്. ഈ ജ്ഞാനം. അതുകൊണ്ടാണ് നമ്മൾ മാമോദീസായ നമ്മുടെ ഭാഷയിൽ പറയുന്നത് ജ്ഞാനസ്നാനം എന്ന് നമ്മൾ പറയാറുണ്ട്. ജ്ഞാനസ്നാനം എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിലുള്ള മുങ്ങിക്കുളിപ്പാണ്. അതുകൊണ്ട് ഈ ഒരു അവബോധം നമുക്കുണ്ടാവണം. നമ്മൾ ത്രിത്വത്തെ, പിതാവിനെ, ഈശോ പറയും പിതാവയച്ച പുത്രനെ അറിയുകയാണ് നിത്യജീവൻ.
അറിയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ആവശ്യമുണ്ട്. അതായത് ഈ 3 പേരെ കുറിച്ചുള്ള ആ അറിവ് അത് നമ്മുടെ ബോധതലത്തിലും അപബോധ തലത്തിലും എപ്പോഴും അത് സൂക്ഷിക്കാനായിട്ട് നമുക്ക് കഴിയും. അതുകൊണ്ട് എപ്പം നമ്മൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എവിടെ കേട്ടാലും ഒന്ന് തല കുനിക്കുകയോ അല്ലെങ്കിൽ കുരിശടയാളത്താൽ നമ്മളെ തന്നെ അവരുടെ നാമത്തിൽ മുദ്രിതമാക്കുകയോ ചെയ്യുന്നത് നല്ലതാണ്. ഈ ഒരു അവബോധം ഒരു ക്രൈസ്തവന്റെ അഭിമാന ബോധമാണത്. അപ്പൊ അതുകൊണ്ട് ഈ രണ്ടാമത്തെ അഭിഷേകം, തൈലാഭിഷേകം, അത് അതിൻ്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട് പിതാക്കന്മാര്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഒന്ന് അവർ പറയുന്നത് ഇംപ്രിൻസ് ദ നോളജ് ഓഫ് ദ ട്രിനിറ്റി എന്ന് വെച്ചാൽ പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചുള്ള ജ്ഞാനം നമ്മുടെ ഹൃദയത്തിലേക്ക് ആലേഖനം ചെയ്യുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നു. അത് മൂന്നാമത്തെ തൈലാഭിഷേകത്തിലാണ് ആട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെങ്കിലും പ്രാർത്ഥനകളിൽ നമ്മൾ കാണുന്നത്, കാരണം 6-ാം നൂറ്റാണ്ടിന് ശേഷമാണ് നമ്മുടെ സഭയിൽ മൂന്നാമതൊരു തൈലാഭിഷേകം കൂട്ടിച്ചേർത്തത്. അതുവരെ 2 തൈലാഭിഷേകം ഉണ്ടായിരുന്നുള്ളൂ. ഈ രണ്ടാമത്തെ തൈലാഭിഷേകത്തിൽ പരിശുദ്ധാത്മാവിനെ നൽകുന്നതായിട്ടാണ് അവിടെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ അഭിഷേകം നമ്മൾ പുതിയ മനുഷ്യനെ ധരിക്കുന്നതിൻ്റെ പ്രതീകം കൂടിയാണ്. പുതിയ മനുഷ്യൻ നമ്മൾ ക്രിസ്തുവിനെ ധരിക്കുക, വി പുട്ട് ഓൺ ക്രൈസ്റ്റ് ദ ന്യൂ മാൻ, പുതിയ മനുഷ്യനെ മിശിഹായെ ധരിക്കുന്നു. അതാണ് മാമോദിസായിൽ നടക്കുന്ന വലിയ ഒരു അത്ഭുതം. മിശിഹായെ ധരിക്കുകയാണ്. ഞാനല്ല, മിശിഹ എന്നിൽ ജീവിക്കുന്നു എന്ന് പറയാൻ തക്കവണ്ണം നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും എല്ലാം മിശിഹ നിറഞ്ഞു നിൽക്കുന്ന അനുഭവത്തിലേക്ക് എത്താൻ കഴിയുക. ഇത് മുകളിൽ നിന്നാണ് നൽകപ്പെടുന്നത് എന്നുള്ള അവബോധം. അതുകൊണ്ടാണ് മുകളിൽ നിന്ന് താഴേക്ക് വരിക. അപ്പോൾ ഈ രണ്ടാമത്തെ അഭിഷേകം, തൈലാഭിഷേകം കൂടെ കഴിഞ്ഞിട്ടാണ് പിന്നീട് വാസ്തവത്തിൽ ആക്ട് ഓഫ് ബാപ്റ്റിസം എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ സ്നാപനം നടക്കുന്നത്. ഇപ്പം രണ്ടാമത്തെ തൈലാഭിഷേകം നടത്തുന്നത് നെഞ്ചിലാന്ന് ഓർക്കണം. എന്തുകൊണ്ട് നെഞ്ചിൽ? അത് ഹൃദയത്തിൻ്റെ ഇരിപ്പിടമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്നും ഓർത്തിരിക്കുക. പിന്നീട് നമ്മൾ കാണുന്നത് ഈ സ്നാപനത്തിൽ ഇപ്പം നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്, കർമ്മവിധി കൊടുത്തിരിക്കുന്ന ശിശുവിനെ വെള്ളത്തിൽ 3 പ്രാവശ്യം മുക്കി ഉയർത്തിക്കൊണ്ടോ വെള്ളത്തിലിരുത്തി ശിരസിൽ കുരിശടയാളത്തിൽ 3 പ്രാവശ്യം വെള്ളം ഒഴിച്ചുകൊണ്ടോ ശിരസിൽ കുരിശടയാളത്തിൽ 3 പ്രാവശ്യം വെള്ളം ഒഴിച്ചുകൊണ്ടോ മാമോദിസ നൽകാവുന്നതാണ്. എന്നുവെച്ചാൽ ഒന്നാമത് പറഞ്ഞിരിക്കുന്ന മുക്കിപ്പൊക്കുന്നതിനെ കുറിച്ചാണ്. വെള്ളത്തിൽ മുക്കി പൊക്കണം. അതാണ് ഏറ്റവും അർത്ഥവത്തായിട്ട് ഉള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ പൗലോസ് പഠിപ്പിക്കുന്നത് മാമോദിസ എന്ന് പറയുന്നത് ഈശോയുടെ മരണത്തിലും ഉത്ഥാനത്തിലുമുള്ള പങ്കുചേരൽ ആണെന്നാണ്. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ മുക്കുമ്പം മരണം, നമുക്കറിയാം, വെള്ളത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ സകല സെൻസും അങ്ങനെ നിൽക്കുന്ന ഒരു അനുഭവം. കുറേയേറെ നേരം കിടന്നാൽ മൊത്തം നമ്മൾ മരിച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ട് ആ മുക്കുമ്പം, വെള്ളത്തിൽ മുങ്ങിക്കിടക്കുമ്പം നമ്മൾ മരിച്ചതിൻ്റെ ഒരു പ്രതീകം. വെള്ളത്തിൽ നിന്ന് പൊങ്ങുമ്പം ഉയർപ്പിൻ്റെ ഒരു പ്രതീകവുമായിട്ടാണ്. അതുകൊണ്ടാണ് മുക്കിപ്പൊക്കണം എന്ന് ഒന്നാമത്തെ നിർദ്ദേശമായിട്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മുടെ പല പള്ളികളിലും അതിനുള്ള സൗകര്യം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പലപ്പോഴും വെള്ളം അല്പം തളിച്ചുകൊണ്ട് ചെയ്യണം. ഏതായാലും തളിച്ചുകൊണ്ട് ചെയ്യുന്നതിനേക്കാൾ അർത്ഥവത്തെ രണ്ടാമത് കൊടുത്തിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അതൊരു ബേസിനിൽ വെള്ളം എടുത്ത്, ചെറു ചൂടുവെള്ളം ആണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അതൊന്നും ഒരു സൗകര്യമാണ്. ഇങ്ങനെ ഇരുത്തിക്കൊണ്ട് 2 കൈ കൊണ്ടും വെള്ളം എടുത്ത് ഇങ്ങനെ ഒഴിച്ച് ശിരസിലൂടെ ഒഴിച്ച് മാമോദിസ കൊടുക്കുന്നതാണ് കൂടുതൽ അർത്ഥവത്തായിട്ടുള്ളത്. കൊടുക്കേണ്ടത് ആദ്യം പിതാവിൻ്റെയും പറഞ്ഞ് 1 അങ്ങനെ ഒഴിക്കും, രണ്ടാമത് പുത്രൻ്റെയും എന്ന് പറയുമ്പം ആമേൻ മറുപടി പറയണം, മൂന്നാമത് പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇന്നയാൾ മാമോദിസ മുക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ ബാസി വോയിസിൽ പറയാൻ കാരണം ഇവിടെ കാർമ്മികനല്ല യഥാർത്ഥ കാർമ്മികനായിട്ട് നിൽക്കുക, അത് ഈശോ തന്നെയാണ്. കാർമ്മികൻ ഒരു ഉപകരണം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് മുക്കപ്പെടുന്നു എന്ന് പറയുന്നത്. എന്നാൽ ലാറ്റിനിലാണെങ്കിൽ മുക്കുന്നു എന്നാണ് പറയുന്നത്, ലത്തീൻ സഭയിലാണ്.
പിന്നീട് നമ്മൾ കാണുന്നത് ഈ വെള്ള വസ്ത്രം സ്ഥാപനത്തിന് ശേഷം നമ്മൾ കാണുന്നത് വെള്ള വസ്ത്രങ്ങൾ. ഈ 3 പ്രാവശ്യം മുക്കിപ്പൊക്കുന്നതിനെ കുറിച്ചും പിതാക്കന്മാര് അതിന്റെ അർത്ഥങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, അവർ പറയുന്നത് ട്രിപ്പിൾ ഇമ്മേർഷൻ ഷോസ് ദ മിസ്റ്ററി ഓഫ് 3 days ഇൻ വിച്ച് അവർ ലോർഡ് വാസ് അമംഗ് ദി ഡെഡ്. ഈശോ 3 ദിവസം മരിച്ചവരിൽ ഭൂമിക്കുള്ളിലായിരുന്നതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്, കാണാനായിട്ട് സാധിക്കും. പിന്നീട് നമ്മൾ കാണുന്നത് പുതിയ വസ്ത്രങ്ങൾ കൊടുക്കുക, വെള്ള വസ്ത്രം. നമ്മുടെ കർത്താവ് ശമിക്കുക വിശുദ്ധിയുടെ വസ്ത്രത്താൽ നിന്നെ അലങ്കരിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞ് പുതിയ വസ്ത്രം കൊടുക്കുക. പുതിയ മഹത്വത്തിൻ്റെ വസ്ത്രം. നമുക്കറിയാം, ആദവും പാപം ചെയ്തപ്പോൾ അവർക്ക് പറുദീസായിൽ നിന്ന് അവർ പുറത്താക്കപ്പെട്ടു. അവരുടെ പുറത്താക്കപ്പെട്ട അത് നമുക്ക് വീണ്ടും തിരികെ തരികയായിട്ടാണ് റോബ് ഓഫ് ഗ്ലോറി, മഹത്വത്തിൻ്റെ വസ്ത്രം നമുക്ക് തിരികെ തരുന്നതായിട്ടാണ് എഫ്രൈമൊക്കെ ഈ വസ്ത്രം, പുതിയ വസ്ത്രം തരുന്നതിനെ കുറിച്ച് പറഞ്ഞ് വെച്ചിരിക്കുന്നു. അതിനുശേഷം പിന്നീട് നമ്മൾ കാണുന്നത് കത്തിച്ച തിരി നൽകുന്നത് കാണാനായിട്ട് സാധിക്കും. കത്തിച്ച തിരി അത് ഈശോ ഇനി പ്രകാശമാണ് എന്നുള്ള, ലോകത്തിന്റെ പ്രകാശമായ മിശിഹ നിനക്ക് മാർഗദീപമായിരിക്കട്ടെ എന്ന് പറഞ്ഞാണ് കത്തിച്ച തിരി നമുക്ക് നൽകുന്നത്. തുടർന്ന് നമ്മൾ കാണുന്നത് ഇപ്പം നമ്മൾ തൈലാഭിഷേകം എന്ന് പ്രത്യേകം പറയുമ്പോൾ ഈ 3ാമത്തെ തൈലാഭിഷേകത്തെയാണ് സൂചിപ്പിക്കുന്നത്. അത് പോസ്റ്റ് ബാപ്റ്റിസ്മൽ അനോയിന്റിങ് നമ്മുടെ 6ാം നൂറ്റാണ്ടിൽ വീണ്ടും കൂട്ടിച്ചേർത്തതാണ് നമ്മുടെ അതിൻ്റെ അകത്ത്. അത് ഒരു കാറോസൂസായോടുകൂടിയാണ് അതും ആരംഭിക്കുക. അതായത് മാമോദിസ സ്വീകരിച്ച ഇനിയാളിൽ ഈ പരിശുദ്ധാത്മാവ് ഒന്ന് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒന്നായിട്ടാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ തൈലാഭിഷേകത്തിൽ പ്രധാനമായിട്ടും 2 കർമ്മങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഒരു കൈവപ്പ് പ്രാർത്ഥനയുണ്ട്. 2, ഒരു തൈലാഭിഷേകമുണ്ട്. ഈ കൈവപ്പ് പ്രാർത്ഥനയും വന്നിരിക്കുന്നത് പഴയ നിയമത്തിൽ പുരോഹിതന്മാരെ അഭിഷേകമൊക്കെ ചെയ്യുമ്പോൾ, ഇപ്പം നിങ്ങൾ ഓർഡിനേഷൻ കൂടിയിട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പ്രധാനമായിട്ട് കൈവപ്പ് ശുശ്രൂഷയിലൂടെ ആണ് ഈ പൗരോഹിത്യം കൈമാറ്റം ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഓരോ ക്രൈസ്തവനും കൈവപ്പ് പ്രാർത്ഥന നൽകി, പരിശുദ്ധാത്മാവിനെ നൽകി. ഇതിൻ്റെ അർത്ഥം നമ്മൾ ഈശോയുടെ പൊതു പൗരോഹിത്യത്തിൽ ഓരോ ക്രൈസ്തവനും പങ്കുചേരുന്നു എന്നുള്ളതാണ്. അതാണ് ക്രൈസ്തവൻ്റെ ദൗത്യം. അത് പിന്നെ പത്രോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ രാജകീയ പുരോഹിതരായിട്ടുള്ള രാജകീയ വംശം പുരോഹിതരും ഈശോയുടെ പ്രവാചകത്വത്തിലും ഒക്കെ നമ്മൾ പങ്കുപറ്റിയവരാണ് ഓരോ ക്രൈസ്തവനും. അത് വ്യക്തമാക്കുന്ന കർമ്മമാണ് ഈ കൈവപ്പ് പ്രാർത്ഥനയെ തുടർന്നു വരുന്ന 3ാമത്തെ ലേപന ശുശ്രൂഷയും. കൈവപ്പ് പ്രാർത്ഥനയിൽ പ്രത്യേകം പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ നിറയാൻ വേണ്ടി സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, ഇതെല്ലാം നമ്മളിൽ വന്ന് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ആണ് അവിടെ ചെയ്യുന്നത്. തുടർന്നാണ് 3ാമത്തെ ലേപനം വരുന്നത്. 3ാമത്തെ ലേപനം നടത്തുന്നത് നെറ്റിയിലാണ്. നെറ്റിയിൽ തള്ളവിരൽ മൂറോൻ കൊണ്ട്, ഇവിടെ നമ്മൾക്ക് നൽകുന്നത് മൂറോൻ കൊണ്ടാണ്. 2ാമത്തെ തൈലം പുതുതായിട്ട് വ്യഞ്ചരിച്ച തൈലമായിരുന്നു അതിന് ഉപയോഗിക്കുന്നത്. എന്നാൽ 3ാമത്തതിന് ഉപയോഗിക്കുന്നത് മൂറോണാണ്. മൂറോൺ പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉള്ള, വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യം എന്നതുപോലെ വിശുദ്ധ മൂറോനിൽ പരിശുദ്ധാത്മ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് കഴിയണം. അതുകൊണ്ടാണ് അത് വിശുദ്ധമായിട്ട് തന്നെ സൂക്ഷിക്കണമെന്ന് പ്രത്യേകിച്ച് പറയുക. നമ്മൾ ഈ ദിവ്യകാരുണ്യം സക്രാരി സൂക്ഷിക്കുന്നത് പോലെ തന്നെ മാമോദിസ തൊട്ടിയിൽ
അതുപോലെ ഒരു സക്രാരി ഉണ്ടാക്കി ഈ മൂറോൺ അവിടെ സൂക്ഷിക്കണമെന്നാണ് സഭ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും അതൊന്നും വേണ്ടവണ്ണം പലയിടത്തും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പം ഈ മൂന്നാമത്തെ ലേപനം നടത്തേണ്ടത് താഴേന്ന് മുകളിലേക്കാണ്. താഴേന്ന് മുകളിലേക്ക്, വലത്ത് നിന്ന് ഇടത്തേക്കും. ഇവിടെ പറയുന്ന ഫോർമുല നിങ്ങൾ ശ്രദ്ധിക്കുക. മാമോദിസ സ്വീകരിച്ച ജോസഫ് അല്ലെങ്കിൽ മറിയം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പൂർണ്ണനാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ പുതിയതായിട്ടൊരു അഭിഷേകത്തെക്കുറിച്ചല്ല പറയുന്നത്, നേരത്തെ നൽകിയതിൻ്റെ എല്ലാം ഒരു പൂർണ്ണത, പൂർണ്ണനാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതൊരു കംപ്ലീഷൻ, പൂർണ്ണതയുടെ ഒരു പ്രഖ്യാപനമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുക. ഇനി ഇതെന്തുകൊണ്ടാണ് താഴേന്ന് മുകളിലേക്ക് കൊടുക്കാൻ കാരണം? ഇനി ഈ വ്യക്തി ഈ ലോകത്തിൻ്റെതല്ല, സ്വർഗത്തിൻ്റെതാണ് എന്ന് ഉള്ള അവബോധം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇവൻ സ്വർഗത്തിൻ്റെതാണ്, ഈ ലോകത്തിൻ്റെതല്ല. അതുകൊണ്ടാണ് താഴേന്ന് മുകളിലേക്ക് മൂന്നാമത്തെ ലേപനം. ഇറ്റ് ഷോസ് അവർ ഹൈ ആൻഡ് യുണീക്ക് കോളിംഗ്. നമ്മൾ സ്വർഗത്തിൻ്റെതായിട്ട് ജീവിക്കാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഈ ലോകത്തിൻ്റെ അവർ അസെൻഷൻ ഫ്രം ദിസ് വേൾഡ് ടു ഹെവൻ, അതാണ് ഈ മൂന്നാമത്തെ ലേപനം സൂചിപ്പിക്കുന്നത്. ഇപ്പം നോക്കിയേ, 3 ലേപനങ്ങളാണ് വാസ്തവത്തിൽ ക്രൈസ്തവൻ്റെ വിളിയുടെ ശ്രേഷ്ഠത അടങ്ങിയിരിക്കുന്നത്. അവന് പിശാചിൽ നിന്ന് സംരക്ഷണം, അതുപോലെ തന്നെ ത്രിത്വജ്ഞാനത്വം കൊണ്ട് അവൻ്റെ ഹൃദയം നിറയ്ക്കപ്പെടുന്നു. അവൻ ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കും. പിന്നെ അവൻ്റെ പേരുകൊണ്ട് പോലും എല്ലാവർക്കും അറിയാം, ഇവൻ ഈ ലോകത്തിൻ്റെതല്ല, സ്വർഗത്തിൻ്റെതാണ്. ഈശോ പറയുന്ന പോലെ ഈ ഒരു അവബോധത്തിൽ ജീവിക്കണം. നിങ്ങൾ ഈ ലോകത്തിൻ്റെതല്ല, നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള അവബോധം. ഇതിനുശേഷം പിന്നീട് നമ്മൾ കാണുന്നത്, ലേപനത്തിന് ശേഷം ഒരു മുടി അണിയിക്കൽ കർമ്മം. അത് ഓപ്ഷണലായിട്ടാണ് ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. എങ്കിലും നമ്മുടെ ഒറിജിനൽ ടെസ്റ്റിൽ മുടി അർപ്പണം നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്താണ് ഈ മുടി അർപ്പിക്കുന്ന മുടിയണിയിക്കലിലൂടെ ലക്ഷ്യമാക്കുന്നത്? മുടിയണിയിക്കുന്ന, സാധാരണ മുടിയണിയിക്കുന്ന ആരെയാണ്? രാജാക്കന്മാരെ ഒക്കെ മുടിയണിയിക്കുന്ന, കിരീടം ധരിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ കിരീടധാരണം സന്തോഷത്തിൻ്റെയും നമുക്ക് ലഭിച്ച മഹത്വത്തിൻ്റെയും ഒരു പ്രതീകമാണ്. അപ്പം അതാണ് അതിൻ്റെ അത് ആ പേര് കൊണ്ട് തന്നെ അവിടെ പറയുന്നത് നമുക്കറിയാം. ആത്മീയ ആനന്ദത്തിൻ്റെയും നിത്യ സൗഭാഗ്യത്തിൻ്റെയും അടയാളമായി എന്ന് പറഞ്ഞാണ് ഇരുന്നത്. അപ്പോൾ അത് സന്തോഷത്തിൻ്റെതാണ്, അതുപോലെ തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന മഹത്വത്തിൻ്റെ അടയാളമായിട്ടാണ് ഈ കിരീടധാരണത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. തുടർന്ന് പലപ്പോഴും അവഗണിക്കപ്പെട്ടു പോകുന്ന ഒന്ന്, പല പള്ളികളിലും അതിനുശേഷം പിന്നീട് കുർബാനയുണ്ടെങ്കിൽ അങ്ങ് തുടരുകയാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. പക്ഷേ ഈ ഇവിടം കൊണ്ട് ഈ മാമോദിസായുടെ പ്രത്യേക കർമ്മം അവസാനിക്കുന്നില്ല. മാമോദിസായുടെ പ്രത്യേക കർമ്മം അവസാനിക്കുന്നത്, അത് കഴിഞ്ഞ് നമ്മുടെ ടെസ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്, തുടർന്ന് എല്ലാവരും പ്രദക്ഷിണമായി മധുബഹായുടെ കവാടത്തിലേക്ക് പോകുന്നു. അപ്പോൾ തിരി തലതൊട്ടപ്പൻ വഹിക്കുന്നു. പ്രദക്ഷിണ സമയത്ത് താഴെ കാണുന്ന ഗീതം ആലപിക്കുന്നു. ഈ മധുബഹായുടെ കവാടം എന്ന് പറയുന്നത് നമുക്കറിയാം, കെസ്ത്രോമയിൽ നിന്നും 3 പടി മുകളിലായിട്ടാണ് മധുബഹ. അപ്പം ആ പടിക്ക് താഴെ വരെ ഈ മാമോദിസ സ്വീകരിച്ച വ്യക്തിയെയും തലവട്ടപ്പനും തലവട്ടമ്മയും കയറ്റി നിർത്താം. കാരണം എന്തിനാണ്? ഇവർ ഈ കുഞ്ഞ് ഇതുവഴി എങ്ങോട്ടാണ് ജനിച്ചത്? സ്വർഗത്തിലേക്കാണ് ജനിച്ചത്. ഇപ്പം സ്വർഗത്തിൻ്റെ പ്രതീകമായിട്ട് നമ്മുടെ ദേവാലയത്തിൽ നമ്മൾ അവതരിപ്പിക്കുന്ന സ്ഥലം മധുബഹയാണ്. മധുബഹ. അതുകൊണ്ടാണ് ആ മധുബഹായുടെ കവാടം വരെ എത്തിക്കുന്നത്. എന്നുവെച്ചാൽ സ്വർഗത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു അവബോധം തരാൻ വേണ്ടിയിട്ടാണ് അവിടെ കൊണ്ടുപോയി നിർത്തണം എന്ന് പിതാക്കന്മാർ അല്ലെങ്കിൽ നമ്മുടെ ഈ ടെസ്റ്റ് വിഭാവനം ചെയ്തവർ അത് രേഖപ്പെടുത്തി വെച്ചിരിക്കും. അപ്പം അവിടെ കയറ്റിക്കൊണ്ട് നിർത്തിയിട്ട് പിന്നെ പറയാൻ പറഞ്ഞിരിക്കുന്ന ഇതാണ്: മാമോദിസ വഴി ദൈവപുത്രൻ അല്ലെങ്കിൽ പുത്രിയായി തീർന്ന ഈ ശിശുവിനോടുകൂടെ നമുക്കും ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് അപേക്ഷിക്കാം. അപ്പം മാമോദിസയിലൂടെ ഈ വ്യക്തിക്ക് കിട്ടിയിരിക്കുന്ന അവകാശം അപ്പ എന്ന് വിളിക്കാനായിട്ടുള്ള അവകാശമാണ്. അപ്പം അതുകൊണ്ടാണ് അവിടെ വിളിച്ച ആ വ്യക്തിക്ക് വേണ്ടി ആബ, പിതാവേ, അപ്പ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയോടുകൂടിയാണ്
ഈ മാമോദിസായുടെ തൈലാഭിഷേകത്തിൻ്റെ കർമ്മം അവസാനിക്കുക. തുടർന്ന് കുർബാനയുണ്ടെങ്കിൽ ദിവ്യരഹസ്യത്തോടുകൂടെ കുർബാന തുടരുന്നു, അല്ലെങ്കിൽ സമാപന പ്രാർത്ഥന ചൊല്ലി സമാപിപ്പിക്കുന്നു. ഇങ്ങനെയാണ് നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടുപോയിരിക്കുന്നത്. നിങ്ങൾ ഇതിൻ്റെ ആഴങ്ങൾ ശരിക്കും മനസ്സിലാക്കുവാണെങ്കിൽ നമ്മുടെ വിളിയുടെ ശ്രേഷ്ഠത, നമ്മൾ എന്തിനായിട്ട് വിളിക്കപ്പെട്ടു എന്നുള്ളതൊക്കെ വളരെ ആഴത്തിൽ ഈ കർമ്മങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് പരികർമ്മം ചെയ്യുവാണെങ്കിൽ ആ പരികർമ്മം തന്നെ നമ്മുടെ വിളിയുടെ ശ്രേഷ്ഠതയിൽ ഇങ്ങനെ ജീവിക്കണം എന്നുമൊക്കെ അത് വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ശിശുക്കളുടെ മാമോദിസായെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി മുതിർന്നവരുടെ മാമോദിസായെക്കുറിച്ചുകൂടെ ഒരു വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, അത് 4 ഘട്ടങ്ങളായിട്ടാണ് മുതിർന്നവരുടെ മാമോദിസ കൊടുക്കാനായിട്ട് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. പലരും അത് അടിയന്തര ഘട്ടത്തിൽ ഒന്നിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ കൂടുതൽ അർത്ഥവത്തായിട്ടുള്ളത് അത് 4 ഘട്ടങ്ങളിലായിട്ട് കൊടുക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ മുതിർന്നവരെ ഓരോ ഘട്ടവും തമ്മിൽ ചിലപ്പോൾ കാലദൈർഘ്യം, മാസത്തിൻ്റെ കാലദൈർഘ്യം ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയോ സൗകര്യം പോലെ നമുക്കത് ചെയ്യാവുന്നതാണ്. ഓരോ ഘട്ടത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ ഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്നാനാർത്ഥത്തിലേക്കുള്ള ഒരു പ്രവേശനമാണ് ഈ വ്യക്തിക്ക് കൊടുക്കുക. അത് ദേവാലയ കവാടത്തിൽ വെച്ച് ആരംഭിക്കും. ആ ഘട്ടത്തിൽ അർത്ഥിയോട് ചോദിക്കും, എന്താണ് അന്വേഷിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ആ വ്യക്തി ഈശോയാണ് അന്വേഷിക്കുന്നതെന്ന് പറയും. അപ്പം അതുവഴി എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നുകൂടെ ചോദിക്കും. ഈശോ അന്വേഷിക്കുന്നത് എന്താണ് താങ്കൾ പ്രതീക്ഷിക്കുക. അപ്പോൾ അവിടെ രക്ഷകനായിട്ട് ഈശോയെ അന്വേഷിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഒരു പ്രാർത്ഥന ചൊല്ലി ആശീർവദിക്കും. പിന്നെ ചോദിക്കും, പാപവും പാപമാർഗവും ഉപേക്ഷിക്കുന്നുവോ, ഈശോ മിശിഹായെ രക്ഷകനായി സ്വീകരിക്കുന്നുവോ തുടർന്ന ചോദ്യങ്ങളൊക്കെ ശിശുക്കളുടെ പോലെ ചോദിക്കും. ഇവിടെ ഈ അർത്ഥി തന്നെയാണ് അതിന് ഉത്തരം പറയേണ്ടത്. അപ്പോൾ അങ്ങനെ ആദ്യത്തെ അത് കഴിഞ്ഞ് ആദ്യത്തെ ലേപനവും ഉണ്ട്. അതിനുശേഷം പിന്നീട് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് 13-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള വാചകങ്ങൾ വായിക്കുകയും ഒരു ഉചിതമായ ഉപദേശം കാർമ്മികം കൊടുക്കുകയും ചെയ്യും. തുടർന്ന് ഒരു വിമോചന പ്രാർത്ഥന ചെയ്യും. ഈ ഏതെങ്കിലും പൈശാചികമായ ബന്ധനങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടെങ്കിൽ വ്യക്തിയുടെ ശിരസിൽ കൈവച്ചൊരു വിമോചന പ്രാർത്ഥന ചെല്ലുകയും സുവിശേഷ ഗ്രന്ഥം നൽകുകയും ചെയ്യും. സുവിശേഷ ഗ്രന്ഥം എന്താ, സുവിശേഷം പഠിക്കാൻ വേണ്ടിയിട്ട് വ്യക്തിക്ക് കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ആദ്യത്തെ ഘട്ടത്തിൽ നടക്കുന്നത്. അതാണ്. അപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിൽ പിന്നെ പരിശീലനവും പഠനവുമാണ്. ശ്രദ്ധിക്കുന്ന, ആദ്യത്തെ ഘട്ടത്തിലും രണ്ടാമത്തെ ഘട്ടത്തിലും സ്വർഗസ്ഥനായ പിതാവെ ചെല്ലിയല്ല. നിങ്ങൾ ആ ടെസ്റ്റ് എടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും. സ്വർഗസ്ഥനായ പിതാവെ ചെല്ലുന്നത് 3-ാം ഘട്ടത്തിലാണ്. സ്വർഗസ്ഥനായ പിതാവെ ചെല്ലാനുള്ള അവകാശം ഈ വ്യക്തിക്ക് കിട്ടും. ആദ്യത്തെ ഘട്ടത്തിൽ സുവിശേഷം കൊടുത്തു വിടും. രണ്ടാമത്തെ ഘട്ടത്തിൽ ഈ സുവിശേഷം കൊണ്ടുപോയിട്ട് അതെല്ലാം പഠിച്ചോ എന്നുള്ള ഒരു ഉറപ്പ് വരുത്താനായിട്ട് വഴിയും സത്യവും ജീവനുമായ മിശിഹായെ തിരുവചനത്തിലൂടെ കണ്ടെത്താൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചോ എന്ന് കാർമ്മികൻ ചോദിച്ചറിയുകയും തുടർന്ന് 23-ാം സങ്കീർത്തനം ചൊല്ലുകയും ഒക്കെയാണ് ചെയ്യുന്നത്. പിന്നീട് ഒരു 3-4 വായനകൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ അവസാനത്തിൽ നമ്മൾ ഈ വ്യക്തിക്ക് കുരിശ് നൽകും. രണ്ടാമത്തെ ഘട്ടത്തിൽ കുരിശ് നൽകി നടക്കേണ്ട വഴി കുരിശിൻ്റെ വഴിയാണ്. ഈശോ കുരിശിലൂടെയാണ് നമ്മളെ രക്ഷിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാൻ സഹായകമായ രീതിയിൽ നമ്മൾ കുരിശ് നൽകുന്ന ഒരു കർമ്മത്തോടു കൂടിയാണ് 2-ാം ഘട്ടം അവസാനം. 3-ാമത്തെ ഘട്ടത്തിലാണ് കർത്തൃപ്രാർത്ഥന. നമ്മൾ 2-ാമത്തെ ലേപനവും നടത്തുന്നത് 3-ാമത്തെ ഘട്ടത്തിലാണ്. തുടർന്ന് വരുന്ന 4-ാമത്തെ ഘട്ടത്തിലാണ് വാസ്തവത്തിൽ ഈ തൈലാഭിഷേകത്തിൻ്റെ അല്ലെങ്കിൽ മാമോദീസായുടെ കർമ്മങ്ങൾ നടന്നതായിട്ട് രേഖപ്പെടുത്തി വെക്കുക. വചനവേദിയിൽ വെച്ചാണ് 4-ാമത്തെ ഘട്ടം ആരംഭിക്കുക. അത് നമ്മൾ ഈ ശിശുക്കളുടെ കാര്യം പറഞ്ഞതുപോലെ എല്ലാം നടത്തിയതിന് ശേഷം നമ്മൾ സമാപന പ്രാർത്ഥന പറഞ്ഞതുപോലെ ബാക്കിയെല്ലാം ഒന്നിച്ചിട്ടാണ്. ഇങ്ങനെ 4 ഘട്ടമായിട്ടാണ് നടത്തുന്നത്. അതൊരു കാറ്റക്കിസത്തിൻ്റെ ഒരു ഉറപ്പുകൂടെ വരുത്തണം.
എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ ഇത് ഉള്ളത്. ഞാൻ പൊതുവെ ഇപ്പം നമ്മുടെ ഈ കർമ്മങ്ങളുടെ ഒരു വിശദീകരണമാണ് നൽകിയത്. ഇനി ഈ മാമോദിസ സ്വീകരിച്ച വ്യക്തികൾ അവരുടെ ഒരു ജീവിത ശൈലി ഉണ്ട്. ഓരോ ക്രൈസ്തവനും ജീവിക്കേണ്ട ജീവിത ശൈലി. നമ്മൾ പറയല്ലേ, നമ്മളിപ്പോൾ ഒരു കുടുംബത്തിലെ ആണെങ്കിൽ ഇന്ന കുടുംബത്തിലെ ഇപ്പൊ കളത്തിൽ കുടുംബത്തിലെ ആണെങ്കിൽ കുടുംബത്തിൻ്റെതായ മഹിമ പുലർത്തണം എന്ന് പറയുന്ന പോലെ ഓരോ ക്രൈസ്തവനും ത്രിത്വ കുടുംബത്തിലെ അംഗമാണ്. ത്രിത്വത്തിൻ്റെ അപ്പൊ ആ കുടുംബത്തിലെ അംഗത്തിന് ചേർന്ന രീതിയിലായിരിക്കണം സംസാരവും വാക്കും പ്രവൃത്തിയും ഒക്കെ വരേണ്ടത്. ഈ നമ്മള് ഈ പ്രവേശകൂദാശകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ത്രിത്വത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിച്ചു. അതുപോലെ തന്നെ സ്വർഗത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിച്ചു. ഇനി ഈ ലോകത്തിൽ അതിൻ്റെ ഒരു ദൃശ്യ അടയാളമായ സഭയിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുന്നതിൻ്റെ കൂടെ കൊണ്ടാണ് പ്രവേശകൂദാശകൾ എന്ന് പറയുന്നത്. അപ്പൊ സഭ പിന്നെ നമുക്ക് ആരാണ്? മാമോദിസ സ്വീകരിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സഭ എന്ന് പറയുന്നത് അമ്മയാണ്, ആത്മീയ മാതാവാണ്. സഭയെ ഒരു പ്രസ്ഥാനമായിട്ടോ ഒന്നുമല്ല ഒരു ക്രൈസ്തവൻ കാണേണ്ടത്, അവൻ്റെ അമ്മയായിട്ട് കാണാനായിട്ട് കഴിയണം. ഇനി ഒരമ്മയുടെ ഏറ്റവും വലിയ പ്രവർത്തനം എന്താണ്? അമ്മ കുഞ്ഞുങ്ങളെ പ്രസവിക്കുക മാത്രമല്ല പാല് കൂട്ടി വളർത്തും, അല്ലേ? എന്ന് പറഞ്ഞ മാതിരി സഭയുടെ ഗർഭപാത്രം എന്നറിയപ്പെടുന്നതാണ് മാമോദിസ തൊട്ടി. മാമോദിസ തൊട്ടിയിലൂടെ സഭ തൻ്റെ മക്കൾക്ക് ജന്മം കൊടുക്കുന്നു. ജന്മം കൊടുക്കുക മാത്രമല്ല, പിന്നീട് ഇവർ വളരാൻ, സ്വർഗത്തിലേക്ക് വളരാൻ ആവശ്യമായ സ്വർഗീയ ഭക്ഷണം, ഈശോയുടെ ശരീരവും രക്തവും തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് സഭയാകുന്ന അമ്മ കൊടുക്കുക. അങ്ങനെ ശരീരവും രക്തവും, ഈശോയുടെ ശരീരവും രക്തവും കൊടുത്ത് വളർത്തി ഇനി ഇവരെ വിശുദ്ധരാക്കി തീർക്കേണ്ട ആണ് ഈ അമ്മയുടെ ജോലി, സഭയാകുന്ന അമ്മയുടെ ജോലി. അതുകൊണ്ടാണ് നമ്മുടെ സഭയുടെ സ്ട്രക്ചർ തന്നെ അതാണ് വ്യക്തമാക്കി തന്നെ. നമ്മൾ പള്ളിയിലേക്ക് നമ്മൾ തിരിഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ വലത് ഭാഗത്ത് മാമോദിസ തൊട്ടി, നടുക്ക് അൾത്താര, ഇടതു ഭാഗത്ത് ബേസ് മർത്തീരിയോൺ എന്ന് പറഞ്ഞാൽ വിശുദ്ധരുടെ തിരുശേഷിപ്പ് സൂക്ഷിക്കുന്ന സ്ഥലം. അപ്പൊ നമ്മൾ മാമോദിസായിൽ ജനിച്ച് അൾത്താരയിലൂടെ ഭക്ഷിച്ച് വളർന്ന് വിശുദ്ധരായി തീരണം. അതിനുള്ള വിളിയാണ് ഓരോ ക്രൈസ്തവനും ലഭിച്ചിരിക്കുന്നത് എന്നാണ് ദേവാലയത്തിൻ്റെ സ്ട്രക്ചർ പോലും നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇനി മാമോദിസായിലേക്ക് 2-3 പേര്, തിമോത്തി സെക്കൻഡ് എന്നും പറഞ്ഞ ഒരു പുള്ളി ഇതിന് വേറെ 1-2 പേര് പറയുന്നുണ്ട്. മാമോദിസ എന്ന് പറഞ്ഞാൽ അതിലൂടെ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കും. ഒന്ന് മാമോദിസാൻ തന്നെ, അത് സുറിയാനി വാക്കാണ്. അതിൻ്റെ അർത്ഥം വാഷിങ് എന്നാണ്. എന്ന് വെച്ചാൽ നമ്മളെ എല്ലാ തിന്മകളിൽ നിന്നും വാഷ് ചെയ്യാൻ, ഒരു പ്യൂരിഫിക്കേഷൻ നടക്കുകയാണ്. ആ വാക്ക് സൂചിപ്പിക്കുന്നത് മാമോദിസായിലൂടെ നമ്മൾ കഴുകി ശുദ്ധരാക്കപ്പെടുന്നു, നമ്മൾ പ്യൂരിഫൈ ചെയ്യപ്പെടുക. മറ്റൊരു വാക്ക് തിമോത്തി സെക്കൻഡ് മാമോദിസായ്ക്ക് പറയുന്നത് നഹ്റാനൂത്ത എന്നാണ്. നഹ്റാനൂത്ത എന്ന് പറഞ്ഞാൽ എൻലൈറ്റനിങ്, ഇലുമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രകാശിതരായിത്തീരുന്നു. ഈശോ നമ്മളോട് പറഞ്ഞില്ലേ, നിങ്ങൾ പ്രകാശമാകുന്നു. എന്താണ് ഈ പ്രകാശം എന്ന് പറയുന്നത്? അത് ത്രിത്വത്തെക്കുറിച്ചുള്ള അറിവാണ്, പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള അറിവ്, ആ സ്നേഹത്തിൽ വ്യാപരിക്കാനായിട്ടുള്ള ആ കഴിവ്, അതെല്ലാമാണ് വാസ്തവത്തിൽ ആ പേര് സൂചിപ്പിക്കുന്നത്. ഇലുമിനേറ്റഡ് ബൈ ദി നോളജ് ഓഫ് ട്രിനിറ്റി, നോളജ് ഓഫ് ഗോഡ്. മറ്റൊന്ന് വാക്ക് പറയുന്നത് മൗലാദ എന്നാണ്. മൗലാദ എന്ന് പറഞ്ഞാൽ ജനനമെന്നാണ്. ജനനം, ജനറേഷൻ. അപ്പം അവിടെ നമുക്ക് പുതിയൊരു ജീവൻ കിട്ടുകയാണ് എന്നാണ്. മാമോദിസായിലൂടെ പുതിയൊരു ജീവൻ നമുക്ക് കിട്ടുക. അപ്പം മാമോദിസ സ്വീകരിച്ച ഓരോ വ്യക്തിയും ചില്ലറക്കാരനല്ലെന്ന് ഓർക്കണം. നമ്മളെ ആരെങ്കിലും ഒന്ന് ഉപദ്രവിച്ചാൽ അത് ചോദിക്കാൻ ദൈവമുണ്ട്, ദൈവം ചോദിക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ചുമ്മാ പറയുന്നതല്ല, ബൈബിളിൽ തെളിവുണ്ട്. നമുക്കറിയാം, പൗലോസ് സാവൂളായിട്ട് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ട് നടന്നപ്പോൾ കുതിരപ്പുറത്തിന് താഴെ ഇട്ടിട്ട് ഈശോ ചോദിക്കുന്നത്, നീ എന്നെ പീഡിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഒരു ക്രിസ്ത്യാനിയെ പീഡിപ്പിക്കുമ്പോൾ ഈശോയെ തന്നെ പീഡിപ്പിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ. അപ്പം അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെതാണ്, ആ ഒരു അവബോധം നമുക്കുണ്ടാവണം. നമുക്ക് കിട്ടിയിരിക്കുന്ന വലിയ അനുഗ്രഹം, ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള അനുഗ്രഹം, അതുപോലെ തന്നെ സഭയുടെ
മക്കളാണ് നമ്മൾ. മെമ്പർഷിപ്പ് ഓഫ് ദി ചർച്ച് അത് മാമോദിസായിലൂടെയാണ് ഒരാൾക്ക് കരഗതമാകുന്നത്. അതുപോലെ തന്നെ ഈശോയുടെ ജീവിതത്തിലുള്ള പങ്കുചേരുക. ഈശോയുടെ ജീവിതത്തിൽ പങ്കുചേരുക എന്ന് പറഞ്ഞാൽ ഈശോയുടെ രാജ്യത്വത്തില്, പ്രവാചകത്വത്തില്, പൗരോഹിത്യത്തില്, ഇത് 3 രീതിയിൽ പങ്കുപറ്റിയവരാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ള അവബോധം ഓരോ ക്രൈസ്തവനും ഉണ്ടാകണം. ഞാനിവിടെ തൽക്കാലം നിർത്തുകയാണ്. നിങ്ങൾക്ക് ഇനി ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിർത്തുക. മാമോദീസ തന്നെ പാപകരങ്ങളെല്ലാം കഴുകി വിശദീകരിക്കപ്പെട്ടല്ലോ. അപ്പൊ നമ്മള് പിന്നെ വിശുദ്ധ കുർബാന കൊടുക്കുന്നത് പിന്നെ വീണ്ടും വിശുദ്ധ കുർബാന ഇതിന്റെ അവസരത്തിലാണോ, അതോ ആ മാമോദിസ കർമ്മത്തിന്റെ അവസാന വിശുദ്ധ കുർബാന നമുക്ക് സക്രാരിയിൽ നിന്ന് എടുത്തുകൊണ്ട് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ലല്ലേ? കാരണം ഈ മാമോദിസായിലൂടെ ഈ പുള്ളി അത് സ്വീകരിക്കാൻ യോഗ്യനായി തീർന്നു. യോഗ്യനായിരിക്കുന്നു. അതെ 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 അതെ. അതുകൊണ്ടാണ് ചിലയിടത്ത് കുർബാനയില്ലാതെ ശിശുക്കൾക്ക് നേരത്തെ സൂക്ഷിച്ചു വെച്ച തിരുരക്തം കൊടുക്കുന്നതാണ്. കാരണം ഇത് കഴിഞ്ഞാൽ പിന്നെ അവരെ സ്വീകരിക്കാൻ യോഗ്യരാണ്. ഓ ശരി ശരി, താങ്ക് യു. ഒരു സംശയം, ആ വലിയ ആൾക്കാർ വലിയവർക്ക് മാമോദിസ കൊടുക്കുമ്പോഴേ ചിലപ്പോൾ മറ്റു മത്സരം മുന്നോട്ട് വന്നവരായിരിക്കാം. അങ്ങനെ ഈ മാമോദിസയോടുകൂടി അവർ കുർബാന കൊടുക്കുന്ന കാര്യം എങ്ങനെയാവും? മാമോദിസായുടെ കൂടെ കുർബാന കൊടുക്കുന്നത് നമുക്ക് ഒന്നുകിൽ ഈ തൈലാഭിഷേകം ഞാൻ പറഞ്ഞ ഇതിന് ശേഷം നമ്മുടെ ടെസ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് ദിവ്യരഹസ്യത്തോടുകൂടെ കുർബാന ആരംഭിക്കും. ദിവ്യരഹസ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു എന്നും പറഞ്ഞ പാട്ടില്ലേ, അതിനെ തുടർന്ന് കുർബാന ചൊല്ലി സാധാരണ പോലെ കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ കുർബാന ഇല്ല എങ്കിൽ പിറ്റേ ദിവസത്തെ കുർബാനയ്ക്ക് വേണേ വന്ന് പങ്കെടുത്ത് കൊടുക്കാം. അല്ലെങ്കിൽ അന്ന് തന്നെ കുർബാന ഇരിപ്പുണ്ടെങ്കിൽ എടുത്തു കൊടുക്കുന്നതിലും കുഴപ്പമില്ല. വേറൊരു കാര്യം കൂടെ ഞങ്ങളുടെ ഒരച്ഛൻ പറഞ്ഞായിരുന്നേ, മാമോദിസ പുതുതായിട്ട് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വേറൊരു കൺഫെഷന്റെ ആവശ്യമില്ല. മാമോദിസ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മള് ഈ മാമോദിസായ്ക്ക് മുമ്പ് കൺഫെഷൻ സ്വീകരിക്കാനായിട്ടില്ല. ആദ്യത്തെ കുദാശ മാമോദിസായാണ്. മാമോദിസായിൽ അതിനു മുമ്പ് മുതിർന്നവരാണ് ശരിക്കും നമ്മൾ പശ്ചാത്തപിക്കാൻ സഹായിക്കണം, അല്ലാതെ കുമ്പസാരിപ്പിക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? കുമ്പസാരം പിന്നീട് വരുന്നൊരു കൂദാശയാണ്. പാപവും അതിൻ്റെ ഫലങ്ങളും അത് അനുദപിക്കേണ്ട രീതിയും ഒക്കെ ഈ വ്യക്തിയെ പഠിപ്പിച്ചിട്ട് മാമോദിസ കർമ്മത്തിലൂടെ തന്നെ അതുവരെയുള്ള എല്ലാ പാപങ്ങളും, കർമ്മപാപങ്ങളും ജന്മപാപവും മോചിക്കപ്പെടും. അപ്പം അതുകൊണ്ട് മാമോദിസ കൊടുത്തതിന് ശേഷം പിന്നീട് ഒരു കുമ്പസാരത്തിൻ്റെ അന്നേരത്തെ ആവശ്യമില്ല. ഇതിൽ തന്നെ എല്ലാം മോചിക്കപ്പെടുന്നതാണ്. ചിലരിതറിയാതെ മാമോദിസയ്ക്ക് ഒരുക്കിയതിന് ശേഷം ആദ്യം കുമ്പസാരിപ്പിച്ചെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. ജീവിതം എന്ന് പറഞ്ഞ ഒരു പുസ്തകം, ഇതിൻ്റെ അകത്ത് വളരെ വിശദമായിട്ട് പിതാക്കന്മാരും അതുപോലെ ഓട്സോ സോളമനിലും മാമോദിസ സ്വീകരിച്ച വ്യക്തികളെ ഇതിൻ്റെ അകത്ത് വളരെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അവര് സ്വർഗത്തിലായിരിക്കുന്ന അനുഭവം, ദൈവപുത്ര അനുഭവം, പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട അനുഭവം എല്ലാം ഉൾക്കൊള്ളുന്ന ഇത്. അപ്പം അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ഈ പുസ്തകം വാങ്ങിച്ച് വായിക്കാവുന്നതാണ്. കൂടുതൽ